Hello, my dear students. Welcome to JEE Advanced Discussion. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ ഒരു 3 പാർട്ടായിട്ട് പ്രോബബിലിറ്റിയിലെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു JEE അഡ്വാൻസ്. ഇന്ന് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. JEE അഡ്വാൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടോപ്പിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസ് അത്ര പ്രശ്നമുള്ള ക്വസ്റ്റ്യൻസ് അല്ല കാണുന്നത്. അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാണുന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പാണ്. അങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് ആൻസറിലേക്ക് എത്തുമ്പോൾ മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷൻസിലൊക്കെ കുറച്ച് ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അല്ലാതെ വലിയ പ്രശ്നമുള്ള ഒരു ടോപ്പിക് അല്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2022 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. y of x is the solution of the differential equation. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. x dy minus y square 4y dx equal to 0. y of 1 equal to 2. y of 1 equal to 2 എന്ന് പറയുന്നത് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. And slope of the curve is never 0. Then the value of 10y root 2. അപ്പോൾ നിങ്ങൾക്ക് y of x, അതായത് y എന്ന് പറയുന്ന ഫൈനൽ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നു. ആ ഫൈനൽ ആൻസറിൽ എക്സിന് റൂട്ട് 2 കൊടുത്താൽ എന്ത് കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. 2022 ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, എക്സ് ഡി വൈ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 4y ഡി എക്സ്. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഡി വൈ ബൈ വൈ സ്ക്വയർ മൈനസ് 4y is equal to dx by x, which is in variable separable form. Then we integrate both sides. Okay. റൈറ്റ് സൈഡ് ഇൻ്റഗ്രേഷൻ വളരെ സിമ്പിളാണ്, ലെഫ്റ്റ് സൈഡും സിമ്പിളാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് NCERT പഠിച്ചിരിക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള ടെക്നിക്ക് ചെയ്യാം. ഓർ split the denominator as y into y minus 4 dy is equal to integral dx by x. ഓക്കെ, ഡിനോമിനേറ്റർ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 by y minus 4 minus 1 by y dy is equal to integral dx by x. ഓക്കെ, 1 by y minus 4. ഇത് എൽസിയം കണ്ടു നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. y മൈനസ് y മൈനസ് 4 വരും, വൈയും വൈയും കട്ട് ചെയ്ത് പോവും, ഒരു 4 വരും. കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 1 by 4 ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെ ചെയ്തു എന്നുള്ളൂ. അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത് നിങ്ങൾ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 by 4 into log y minus 4 minus log y is equal to log x plus log c എന്ന് എഴുതോട്ടോ. എല്ലാ ലോഗരിതത്തിൻ്റെ ടൈമിൽ വന്നുകൊണ്ട് റൈറ്റ് സൈഡ് ലോഗ് c. ഒരു സ്റ്റെപ്പോടെ ഞാൻ ചെയ്താൽ that implies 1 by 4 into log a minus log b. നിങ്ങൾക്കറിയാം log a by b is equal to log cx. ഈ 1 by 4 ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇവിടെ വരും, റൈസ് ടു 4 എന്ന് വരും. അപ്പോൾ log y minus 4 by y is equal to log c raised to 4 x raised to 4 എന്ന് വരും. ഓക്കെ,
4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 4 ഇവിടെ വരും. ബി ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗ് എ റൈസ് ടു ബി എന്ന് ഇടാം. ലോഗ് കട്ട് ചെയ്താൽ യു ഗെറ്റ് y മൈനസ് 4 ബൈ y സീക്വൽ ടു സി റൈസ് ടു 4 എക്സ് റൈസ് ടു 4. ഇവിടം വരെ എത്തി. ഇൻ്റഗ്രേഷൻ വളരെ എളുപ്പമായിരുന്നു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത് വേരിയബിൾ സെപ്പറബിൾ ആണെന്ന് മനസ്സിലായി. വളരെ സിമ്പിളായിട്ട് ഇൻ്റഗ്രേഷൻ നടത്താനും പറ്റി. ഇനി സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. കണ്ടീഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു 2 അപ്ലൈ ചെയ്യും അല്ലേ? വൈ ഓഫ് 1 ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എക്സിന് 1 വൈക്ക് 2. വൈക്ക് 2 കൊടുത്താൽ 2 മൈനസ് 4 മൈനസ് 2 ബൈ 2 സീക്വൽ ടു സി റൈസ് ടു 4 ഇൻറ്റു 1. സോ സി റൈസ് ടു 4 എന്ന് പറയുന്നത് -1 കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ എന്ത് വരും? y മൈനസ് 4 ബൈ y സീക്വൽ ടു മൈനസ് എക്സ് റൈസ് ടു 4. ദാറ്റ്സ് ദ ഇക്വേഷൻ. ഓക്കെ, y മൈനസ് 4 ബൈ y ഈക്വൽ ടു മൈനസ് എക്സ് റൈസ് ടു 4. Then simplify this equation, or you directly substitute x equal to root 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10y root 2. On this equation you put x equal to root 2. x ന് root 2 കൊടുക്കുന്നു. We get y minus 4 by y is equal to minus root 2 raised to 4. ഈ മൈനസ് റൈസ് ടു 4ന് ബാധകമല്ല കേട്ടോ, മൈനസ് ഔട്ട് സൈഡ് കിടക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു -4. ശരിയല്ലേ? -4. ക്രോസ് മൾട്ടിപ്ലൈ ദിസ്, യു ഗെറ്റ് y മൈനസ് 4 is equal to -4y. ദാറ്റ് ഇംപ്ലൈസ് 5y is equal to 4. -4y ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു, 4 റൈറ്റിലേക്ക്. നമുക്ക് എന്താണ് ആവശ്യം? 10y. Multiply both sides by 2. 10y is equal to 8. This is the answer. 10y is equal to 8. 10y of root 2 ആണ് ചോദിച്ചിരിക്കുന്നത്. y of root 2 എന്ന് പറഞ്ഞാൽ x ന് root 2 കൊടുക്കുക. So we get the answer is 8. 10y of root 2 is 8. 2022 JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസി കാറ്റഗറി തന്നെ പെടുത്താം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ടൈപ്പ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇൻ്റഗ്രേഷനും വളരെ ഈസി ആയിരുന്നു. സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു, ആർബിട്രറി കോൺസ്റ്റൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് പർട്ടിക്കുലർ സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഈസി പ്രോസസ്സായിരുന്നു. ദെൻ എക്സിന് root 2 കൊടുത്തു, ആൻസറിലേക്ക് എത്തുന്നു. ആൻസർ 8 കിട്ടുന്നു. വെരി സിമ്പിൾ. JEE അഡ്വാൻസ് ലെവലിൽ ഈസി ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, for any real number alpha and beta, let y alpha beta of x be a function, the solution of the differential equation. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. dy by dx plus alpha y is equal to x e raised to beta x. വളരെ വ്യക്തമാണ്. ഇറ്റ്സ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സിംഗിൾ ടേം ഇൻ y, so it is a linear differential equation. First evaluate its integrating factor e raised to integral alpha dx, which is equal to e raised to alpha x. This is the integrating factor. Then find its solution. Then we find its solution. Y into integrating factor is equal to y into e raised to alpha x equal to integral of x into e raised to beta x into integrating factor e raised to alpha x dx, which is equal to integral x into e raised to alpha plus beta x dx. So we get
y is equal to integral y e raised to alpha x equal to integral of x into e raised to alpha plus beta x dx. Right side we apply integration by parts. First into integral of second. Integral of second is what? E raised to alpha plus beta x by its coefficient alpha plus beta minus integral of derivative of first into integral of second by alpha plus beta dx, which is equal to x into e raised to alpha plus beta x by alpha plus beta. Again integrate this e raised to alpha plus beta into x by alpha plus beta. There is also another alpha plus beta. So it will become e raised to alpha plus beta x by alpha plus beta the whole square plus c. This is y e raised to alpha x. And to simplify, we divide each term by e raised to alpha x. See, this term e raised to alpha x plus beta x is written as e raised to alpha x into e raised to beta x. A raised to m plus n is a raised to m into a raised to. Therefore, we get y is equal to x e raised to beta x by alpha plus beta minus e raised to beta x by alpha plus beta the whole square plus c e raised to minus alpha x. We divide each term by e raised to alpha x. Finally, last term is c by e raised to alpha x. It is written as c into e raised to minus alpha x. This is our equation. We replace this term by f of x equal to. Y means f of x equal to. Each option gives in the form f of x equal to. നമുക്ക് ഇതിൻ്റെ ഓപ്ഷനിലേക്ക് വന്നാൽ ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഈസി ആയിരുന്നു. മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഓപ്ഷൻ ചെക്ക് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അപ്പം അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു. ഞാൻ ഓപ്ഷൻ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ സി ഡി എടുത്തു. ഈ സി ഡി ഈ രണ്ട് ഓപ്ഷനിലും ഇ റേസ് ടു എക്സ്പോണൻഷ്യൽ ഒന്ന് പോസിറ്റീവ് മറ്റൊന്ന് നെഗറ്റീവാണ് കിടക്കുന്നത്. ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് എന്നും ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ് പവർ കിടക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുന്നു. എന്താണെന്നറിയോ? ആൽഫയ്ക്ക് 1 എന്നും ബീറ്റയ്ക്ക് 1 എന്നും കൊടുക്കാൻ തീരുമാനിക്കും. കാരണം ആൽഫയ്ക്ക് 1 കൊടുത്താൽ ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സ് വരും. ബീറ്റയ്ക്ക് 1 കൊടുത്താൽ ഇവിടെ ഇ റേസ് ടു ബീറ്റ എക്സും വരും. ഞാൻ ഇതൊരു സ്റ്റെപ്പോടെ സിംപ്ലിഫൈ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. സിംപ്ലിഫിക്കേഷൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം കിട്ടും. അതെന്താന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ആൽഫ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത സ്റ്റെപ്പ് ഞാൻ എഴുതി. ബാക്കി വരുന്ന ടേമിൽ നിന്ന് ഇ റേസ് ടു ബീറ്റ എക്സ് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ എക്സ് ബൈ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 ബൈ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ നോട്ട് സി ബൈ സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ എക്സ്. ആ ടൈം കോമൺ ആയിട്ട് ഔട്ട് സൈഡ് വന്നു. ഒന്നുകൂടെ പറയാം. ഇ റേസ് ടു ആൽഫ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ പിന്നെ ഇ റേസ് ടു ബീറ്റ എക്സ് ഇ റേസ് ടു ബീറ്റ എക്സ് അത് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫങ്ഷൻ. ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സി. അപ്പോൾ നമ്മൾ ബീറ്റയ്ക്ക് 1 എന്നും ആൽഫയ്ക്ക് 1 എന്നും കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് സംഭവിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
ഇ റൈസ് ടു എക്സ് ഇൻറ്റു x/2 മൈനസ് 1/4. ആൽഫയ്ക്കും ബീറ്റയ്ക്കും 1 കൊടുത്തു. 1 + 1 2, 1 + 1 2 സ്ക്വയർ 4 ഇൻറ്റു സി ഇ റൈസ് ടു മൈനസ് എക്സ്. ഇനി സി എത്രയാണെന്ന് കൂടി ഐഡൻറ്റിഫൈ ചെയ്താൽ സി ആണോ ഡി ആണോ ഓപ്ഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എടുക്കുന്നു. ഏതാണ് കണ്ടീഷൻ? ഈ കണ്ടീഷൻ y ഓഫ് 1 = 1. അതായത് എക്സിന് 1 കൊടുത്താൽ വൈക്കും 1 തന്നെ കൊടുക്കാം. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 1 ഈക്വൽ ടു ഇ ഇൻറ്റു 1/2 മൈനസ് 1/4 പ്ലസ് സി ഇ റൈസ് ടു മൈനസ് 1. ഓക്കെ, എക്സിന് 1 വൈക്കും. ഇതിനകത്തുനിന്ന് 1 ഈക്വൽ ടു 1/2 മൈനസ് 1/4 1/4 വരും. e/4 പ്ലസ് സി ബൈ ഇ എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 1 മൈനസ് e/4 ഈക്വൽ ടു സി ബൈ ഇ. 4 മൈനസ് ഇ ബൈ ഇൻറ്റു ഇ ബൈ 4 ഈക്വൽ ടു സി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 മൈനസ് ഇ ബൈ 4 ഇൻറ്റു ഇ ഇസ് സി. ആ ഇ വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. കാരണം ഓപ്ഷനിൽ ആ ഒരു ഫോർമുല കൊടുത്തേക്കണം. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ 4 മൈനസ് ഇ ഇൻറ്റു ഇ വരുമ്പോൾ 4e അല്ല, അവരത് ഓപ്ഷൻസിൽ LCM കണ്ടിട്ടില്ല. നമ്മൾ സി ഡി ഓപ്ഷൻ നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇ മൈനസ് ഇ സ്ക്വയർ ബൈ 4 എന്ന് കൊടുത്താൽ മതി. ഇ മൈനസ് ഇ സ്ക്വയർ ബൈ 4. ഇപ്പോൾ തന്നെ ഓപ്ഷൻ ഏതാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ സി കിട്ടി. ഈ സിയുടെ വാല്യൂ എടുത്ത് നമുക്കൊന്ന് റീപ്ലേസ് ചെയ്യാം ഇവിടെ. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിയുടെ വാല്യൂ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് വേണമെങ്കിൽ ഒന്ന് LCM കാണാം, അല്ലെങ്കിൽ വേണ്ട ഇതിനകത്ത് 2 ഔട്ട്സൈഡ് എടുക്കാം. കാരണം 2 ഓപ്ഷനിൽ 2 ഔട്ട്സൈഡ് വന്നിട്ടുണ്ട്. ഇ റൈസ് ടു x/2 വന്നു. പിന്നെ ഇവിടെ x മൈനസ് 1/2 ഓപ്ഷൻ സി ഏകദേശം ക്ലിയർ ആവുന്നുണ്ട്. പ്ലസ് സിയുടെ പ്ലേസിൽ ഇത് കൊടുത്തു. ഇ മൈനസ് ഇ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഈസി, ഇൻ്റഗ്രേഷൻ നടത്തുന്ന കാര്യത്തിൽ ഈസി. ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടു. പക്ഷെ ഞാൻ ഓപ്ഷൻ എടുത്തിട്ട് ആൽഫ ബീറ്റയുടെ വാല്യൂ ഡിസൈഡ് ചെയ്തു. അപ്പോൾ സി ഡിയിൽ സിയിലേക്ക് എത്തി, ഡി വേണ്ടെന്ന് വെച്ചു. ഇനി എ ബി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവാണ്. എ ബി ഒന്ന് അനലൈസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ അവസാനിച്ചു. ഇനി എ ബി അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇഷ്യൂ? ഞാൻ ഇയുടെ പവർ നോക്കിയപ്പോൾ 2 പവറും ഇ റൈസ് ടു മൈനസ് എക്സ് എന്നാണ്. എയും ബിയും ചെക്ക് ചെയ്തപ്പോൾ ഇയുടെ പവർ മൈനസ് എക്സ് വരും. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഇ റൈസ് ടു 2 പവറും മൈനസ് എക്സ് ആണെങ്കിൽ ആൽഫയ്ക്ക് 1 കൊടുക്കാം, ബീറ്റയ്ക്ക് -1 കൊടുക്കണം. ഒരു പ്രശ്നമില്ല, പക്ഷെ അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കും. എന്താണെന്നറിയാമോ? ആൽഫയ്ക്ക് 1ഉം ബീറ്റയ്ക്ക് -1 കൊടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ആൽഫയ്ക്ക് 1, ബീറ്റയ്ക്ക് -1. കാരണം മറ്റൊന്നുമല്ല, 2 ഓപ്ഷൻ
എയും ബിയും എടുത്തപ്പോൾ ഇയുടെ പവർ -x, e റൈസ് ടു -x എന്ന് വന്നിരിക്കുന്നു. എന്ത് ചെയ്യും? ഇതിനകത്ത് കൊടുക്കുമ്പോൾ അത് 0 ആയി പോകും. കുറച്ച് ഇഷ്യൂസ് നേരിടുന്നുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷനിലേക്ക് വരുവാണ്. ഇൻ്റഗ്രേഷൻ നടത്താനെടുത്ത ഫംഗ്ഷനിലേക്ക് വരും. ഇതിനകത്ത് ഈ പണി ചെയ്യും. ഈ ഫംഗ്ഷൻ എടുത്തു. ഈ ഫംഗ്ഷനകത്ത് ആൽഫയ്ക്ക് 1ഉം ബീറ്റയ്ക്ക് -ഉം. ഇത് ഇൻ്റഗ്രേഷൻ നടത്തിയാൽ ഉടൻ വരെ എത്തിയത്. ഞാൻ ആക്ച്വൽ ഫംഗ്ഷനിലേക്ക് പോയി. അവിടെ ആൽഫയ്ക്ക് 1ഉം ബീറ്റയ്ക്ക് -1ഉം കൊടുത്താൽ എന്ത് സംഭവിക്കും? y ഇൻറ്റു e റൈസ് ടു x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് x ഇൻറ്റു e റൈസ് ടു 0 dx. ആൽഫയ്ക്ക് 1, ബീറ്റയ്ക്ക് -1. അത് ഈ ഡിനോമിനേറ്ററിൽ വന്നപ്പോഴല്ലേ ഇഷ്യൂ ഉണ്ടായത്. ഞാൻ വീണ്ടും പഴയതിലേക്ക് പോയി. അപ്പോൾ ഇൻ്റഗ്രൽ x dx കിട്ടി. ഇറ്റ്സ് ബിക്കം x²/2 പ്ലസ് c എന്ന് കിട്ടി. ഇപ്പോൾ y e റൈസ് ടു x ഈക്വൽ ടു x²/2 പ്ലസ് c. Use the condition y of 1 equal to 1. That means when x equal to 1, put y is also 1. x-നും y-ക്കും 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു e റൈസ് ടു 1 is equal to 1/2 plus c. That implies c is equal to e minus 1/2. This is c. Substitute the value of c here. y into e raised to x is equal to x²/2 plus e minus half. ഇക്വേഷൻ y ഈക്വൽ ടു ഫോമിലാണ്. y ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ f of x ഈക്വൽ ടു ഫോമിലാണ് ഓപ്ഷൻ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ e റൈസ് ടു -x വരും. അപ്പോൾ x²/2 ഇൻറ്റു e റൈസ് ടു -x പ്ലസ് e മൈനസ് ഹാഫ് ഇൻറ്റു e റൈസ് ടു -x. നോക്കൂ, ഏത് ഓപ്ഷൻ കിട്ടി? f of x ഈക്വൽ ടു x²/2 ഇൻറ്റു e റൈസ് ടു -x. ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡിൽ മൈനസ് ഉണ്ട്. e മൈനസ് ഹാഫ് ഇൻറ്റു e റൈസ് ടു -x. ഓപ്ഷൻ എ. So we get options C and also option A. These two options are correct. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയുന്നില്ല. ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഈസി, ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിൽ ഈസി, ഓപ്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഫസ്റ്റ് ഓപ്ഷൻ പിന്നെ നമ്മൾ എത്തി. ഏത്? സി ഡിയിൽ സി എത്തി. എ ബിയിൽ ഏത് വേണമെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ആ ഡിനോമിനേറ്റർ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ അത് പഴയതിലേക്ക് പോയി ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ഇത്തിരി ലെങ്തി സ്റ്റെപ്പൊന്നും അല്ലെങ്കിൽ പോലും ഒരു പുതിയ ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് JEE അഡ്വാൻസ് 2021 ക്വസ്റ്റ്യൻ ആയിരുന്നു. 21 എയും സിയും ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും പുതിയ ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ വർഷത്തെ 2023 ക്വസ്റ്റ്യനാണ്. Let y of x be a solution of the differential equation x² minus 5 into dy by dx minus 2xy is equal to minus 2x into x² minus 5 the whole square. ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് ഈസ് ലീനിയർ അല്ലേ. സിംഗിൾ ടേം ഇൻ y dy by dx പ്ലസ് py ഈക്വൽ ടു q. ഒരേ ഒരു വൈഡ് ടൈം ഉള്ളൂ. വൈക്ക് വേറെ പവേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അത് ലീനിയറിലേക്ക് തീർച്ചയായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലീനിയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളതിനെ x² minus 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ dy by dx മൈനസ് 2x by x² minus 5 into y is equal to x² minus 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ minus 2x into x² minus 5. അപ്പോൾ minus 2x by x² minus 5 p ആയിട്ട് വരും. minus 2x into x² minus 5 എന്നുള്ളത് q
q എന്നും വരും. We find integrating factor. e raised to integral p dx, e raised to minus 2x by x square minus 5, which is equal to, ഇതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, മൈനസ് കോമൺ, ഇ റൈസ് ടു log എക്സ് സ്ക്വയർ മൈനസ് 5. ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ ഇറ്റ് ബിക്കം ഇ റൈസ് ടു log 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 5 അല്ലേ. റൈസ് ടു മൈനസ് 1 വരും, 1 ബൈ എന്ന് എഴുതാം. ടു ദ ബേസ് സി ആണ്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകുന്നു. 1 by x square minus 5 is the integrating factor. 1 by x square minus 5 is the integrating factor. Its solution. What is solution? Solution. Y into integrating factor. Y into integrating factor is equal to integral of q into minus 2x into x square minus 5 into integrating factor dx. Cancel these two terms. Integration is very easy. Y by x square minus 5 is equal to minus 2 into x square by 2 plus c, which is minus x square plus c. Y by x square minus 5 is minus x square plus c. Cross multiply this. We get y is equal to c minus x square into x square minus 5. Okay. What is c? c evaluate ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ തന്നിട്ടുണ്ട്. y of 2 equal to 7. y of 2 equal to 7 means x equal to 2, then y equal to 7. x 2 and y 7. Substitute here. 7 is equal to c minus 4 into x equal to 2. x square. ടൈമിലൊന്നും കറക്ഷൻ ഇല്ല. 4 minus 5. 4 minus 5 is minus 1. That implies minus 7 is equal to c minus 4. That implies minus 7 plus 4 equal to c. So c equal to minus 3 അല്ലേ. 4 minus 5 minus 1 വരും, minus 1 അപ്പുറത്തേക്ക് വരുമ്പോൾ minus 7 വരും. c equal to minus 3. Our equation become y is equal to minus 3 minus x square into x square minus 5. This minus is taken common, multiply this term, we get x square plus 3 into 5 minus x square. അല്ലേ, ഇതിനകത്ത് മൈനസ് ഔട്ട് സൈഡ് എടുത്തത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 5 minus x square. Question is the maximum value of the function. ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. ഒന്നുകിൽ ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക, ഗെറ്റ് y is equal to minus x raised to 4 5x square minus 3x square plus 2x square plus 15. Okay. Its maximum value. The maximum value of the function. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡിഫറൻസിയേഷനിലെ മാക്സിമം മിനിമത്തിൻ്റെ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിലേക്കോ അങ്ങനെയൊക്കെ വന്ന് ചെയ്താലും മതി. ഇത് എക്സ് റൈസ് ടു 4 ഒക്കെ വരുന്നത് കൊണ്ട് ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു. മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇറ്റ് ബിക്കം എക്സ് റൈസ് ടു 4 പ്ലസ്
2x² plus 1 plus 14 എന്നെഴുതി പറ്റില്ല. മൈനസ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഇഷ്യൂസ് നേരിടും. ഇവിടെ -2x² ആവും, ഇവിടെ -15 വരും. സോ y is equal to minus of x⁻⁴ -2x² plus 1 -16 എന്ന് കിട്ടും. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, 1 - 16 is -15. ഞാൻ എന്തിനത് ചെയ്തു എന്ന് വെച്ചാൽ ദിസ് ടേം ക്യാൻ ബി റിട്ടൺ ആസ് minus of x² - 1 the whole square -16. ക്ലിയർ ആണോ? ഇതിന് x² - 1 the whole square, x minus a minus b whole square. Multiply this minus inside the bracket, minus of x² - 1 the whole square plus 16. Here we get this function. Y equal to this. Y equal to what? Y is equal to minus of x² - 1 the whole square plus 16. What's the maximum value of the function? What's the maximum value? This answer is maximum when this quantity is maximum. 16 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത് മാക്സിമം വരുമ്പോഴായിരിക്കും ആൻസർ മാക്സിമം ആവുക. മാക്സിമം വരിക എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ അതിന് മാക്സിമം വരുന്നത് ഇത് 0 വരിക എന്നല്ലേ ഉള്ളൂ. കാരണം x² - 1 whole square പോസിറ്റീവ് ആണ്, ഒരു മൈനസ് ഔട്ട്സൈഡ് ഉണ്ട്. സോ ദി എൻറ്റയർ ക്വാണ്ടിറ്റി ഈസ് നെഗറ്റീവ് പ്ലസ് 16. അപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും അത് 16നേക്കാൾ ചെറുതാവും. എക്സിന് 1 - 1 കൊടുത്താൽ ദിസ് ക്വാണ്ടിറ്റി ബിക്കംസ് 0. 0 plus 16, 16. 16 is the maximum value. 16 is the maximum value. 2023 ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ ഇത് ഈസി കാറ്റഗറിയിൽ തന്നെ പെടുത്താം. നമുക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. ഒരു സ്ഥലത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് നേരിട്ടില്ല. ലീനിയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിലോ സോൾവ് ചെയ്യുന്ന കാര്യത്തിലോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന കാര്യത്തിലോ സി കണ്ടുപിടിക്കുന്നതിലൊന്നും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരുന്നില്ല. ഐഡന്റിഫൈ ചെയ്തെങ്കിൽ ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂ നേരിട്ടു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. 2023 ഈസി ക്വസ്റ്റ്യൻ, മസ്റ്റ് ഡു ഇറ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് 2022 ക്വസ്റ്റ്യൻ ആണ്, 2022. y of x be a solution of the differential equation. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ക്ലിയർ ആണ് ഇത് ഏത് ടൈപ്പ് ആണ്. ഇറ്റ്സ് ലീനിയർ. dy/dx plus py equal to q, where p and q are functions of x. Here p is a constant. അവിടെ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. Here we first evaluate integrating factor e raised to integral 12 dx, that is e raised to 12x. This is integrating factor. Find its solution. Y into integrating factor is equal to solution. Y into integrating factor is equal to integral of q into integrating factor. ഞാൻ integrating factor ആദ്യം എഴുതിയെന്നുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. cos pi by 12x dx. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് പാർട്സ് അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേഷൻ നടത്താം, അതല്ലെങ്കിൽ നിങ്ങളൊരു ഫോർമുല പഠിച്ചിട്ടില്ലേ, ഇൻ്റഗ്രൽ e raised to ax into cos bx dx. cos bx plus b plus bx plus c എന്നുണ്ട്, ഞാൻ ഇപ്പോൾ bx എന്ന് എഴുതിയെന്നുള്ളൂ. c equal to e raised to ax by a square plus b square into a cos bx plus b sin bx plus c. ഇത് e raised to ax into sin bx ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, കാരണം സൈൻ്റെ ഇൻ്റഗ്രേഷൻ വരും.
അതല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പാർട്സ് അപ്ലൈ ചെയ്യുക, 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും, അവിടെ ഐ എന്ന് റീപ്ലേസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഈ റിസൾട്ട് ഏതായാലും അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന റിസൾട്ട് തന്നെയായിരിക്കും. ഞാനപ്പോൾ ഈ റിസൾട്ടിലേക്ക് കിടക്കുകയാണ് ഡയറക്റ്റ് ആയിട്ട്. y ഇൻറ്റു ഇ റൈസ് ടു 12x ഈക്വൽ ടു ഇ റൈസ് ടു 12x ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ ഇസ് വാട്ട്? എ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ബി എന്ന് പറയുന്നത് കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻ. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ്. എ കോസ് ബി എക്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് 12 ആട്ടോ. എ 12, ബി പൈ ബൈ 12. അപ്പോൾ 12 കോസ് പൈ ബൈ 12x പ്ലസ് ബി എന്ന് പറയുന്നത് പൈ ബൈ 12 സൈൻ പൈ ബൈ 12x പ്ലസ് സി. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഫംഗ്ഷൻ കിട്ടുന്നത്. വേണമെങ്കിൽ ഇ റൈസ് ടു 12x കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇ റൈസ് ടു 12x കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഡിവൈഡ് ചെയ്യാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇ റൈസ് ടു 12x കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ. ഇത് ഇ റൈസ് ടു 12x കട്ട് ചെയ്തു. 12 ഇൻറ്റു കോസ് പൈ ബൈ 12x പ്ലസ് പൈ ബൈ 12 ഇൻറ്റു സൈൻ പൈ ബൈ 12x പ്ലസ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 12x. അപ്പോൾ ഇ റൈസ് ടു 12x കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് ഈ ഓപ്ഷനിൽ നിന്ന് എടുത്താൽ ഈ ഓപ്ഷൻ പിന്നെ സിയുടെ വാല്യൂ വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. അത് ഞാൻ ചെയ്തില്ലല്ലോ. സിയുടെ വാല്യൂ കൂടി ഒന്ന് കണ്ടുപിടിച്ചേക്കാം. y ഓഫ് 0 ഈക്വൽ ടു 0. y ഓഫ് 0 ഈക്വൽ ടു 0 അത് ചെയ്തതിന് ശേഷം ഇത് എഴുതുന്നതായിരിക്കും ബെറ്റർ. y ഓഫ് 0 ഈക്വൽ ടു 0 സിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. എക്സിന് 0 കൊടുക്കുക ആൻഡ് വൈക്കും 0 കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായാലും 0 ആയി. ഇവിടെ എക്സിന് 0 കൊടുത്താൽ 1 കിട്ടും. 1/12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ വരും. ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 ഇൻറ്റു 12 വരും. സൈൻ 0 എന്തായാലും 0 ആയിപ്പോയി. പ്ലസ് സി എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് സി ഈസ് ഈക്വൽ ടു, ഇത് വേണമെങ്കിൽ ഒന്ന് LCM കാണാം. അപ്പോൾ 12 സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ഇത് റൈറ്റിലേക്ക് വരട്ടെ. സി ഈസ് ഈക്വൽ ടു മൈനസ് 12 ക്യൂബ് ബൈ 12 റൈസ് ടു 4 പ്ലസ് പൈ സ്ക്വയർ എന്ന് വരും. ഇത് LCM കണ്ടു. അപ്പോൾ 12 റൈസ് ടു 4 ബൈ 12 സ്ക്വയർ. 12 സ്ക്വയർ അവിടെ ചെന്നു. ഈ 12 മൾട്ടിപ്ലൈ ചെയ്തു 12 ക്യൂബ് വന്നു, ലെഫ്റ്റിലേക്ക് കൊണ്ടു. അപ്പോൾ നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു 12x കൊണ്ട് ഒന്ന് ഡിവൈഡും ചെയ്തു കേട്ടോ. 1 അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. 12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ ഇൻറ്റു 12 കോസ് പൈ ബൈ 12x പ്ലസ് പൈ ബൈ 12 സൈൻ പൈ ബൈ 12x മൈനസ് 12 ക്യൂബ് ബൈ 12 റൈസ് ടു 4 പ്ലസ് പൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇത് നമ്മൾ ഈ സിയുടെ വാല്യൂ ഇവിടെ റീപ്ലേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ എങ്ങടെ റീപ്ലേസ് ചെയ്ത് ഞാനൊന്ന് എഴുതിയേക്കാം. ഇവിടെ എങ്ങടെ നമ്മൾ ആ സിയുടെ വാല്യൂ ഒന്ന് റീപ്ലേസ് ചെയ്യുന്നു. മൈനസ് 12 ക്യൂബ് ബൈ 12 റൈസ് ടു 4 പ്ലസ് പൈ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഏത്
ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് രണ്ടോടെ വെച്ചിട്ട് നമുക്കൊന്ന് ഐഡന്റിഫിക്കേഷൻ നടത്തി നോക്കിയാൽ മതി. ഇതും ഏത് ഓപ്ഷൻ എന്നുള്ളതിനെ കുറിച്ച്. ഓപ്ഷൻ ഡി പറയുന്നത് പീരിയോഡിക്കിനെ കുറിച്ചാണ്. ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് അല്ലേ? ഇതൊരിക്കലും പീരിയോഡിക് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈനും കോസും വരുമ്പോൾ പീരിയോഡിക് ആവാം. ബട്ട് ഈ ഒരു കോൺസ്റ്റന്റ് ഇവിടെ കയറി വന്നേക്കുവാണ്. ഈ റേസ് ടുവിൻ്റെ ഒരു ടൈം അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കൂ, ഇവിടെ ഒരു മൈനസ് ഇ റേസ് ടു 12x ഉണ്ട് കേട്ടോ, എഴുതാൻ വിട്ടുപോയി. ഡിവൈഡ് ചെയ്തപ്പോഴേ ഇ റേസ് ടു മൈനസ് 12x ഉണ്ട് ഇവിടെ. ഇ റേസ് ടു മൈനസ് 12x എല്ലാത്തിനും ഡിവൈഡ് ചെയ്തില്ല, അത് എഴുതാൻ ഞാൻ വിട്ടുപോയതാ, സോറി കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ, ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് പീരിയോഡിക്. സൈൻ കോസ് ഫംഗ്ഷൻ നമുക്ക് പീരിയോഡിക് ആയിട്ട് കാണാമെങ്കിലും ഇ റേസ് ടു 12 വരുന്നതുകൊണ്ട് അതിങ്ങനെ എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ഇ റേസ് ടുവിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ്സ് ആൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇറ്റ്സ് റേഞ്ചസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അപ്പോൾ അത് പറ്റില്ല. ഇനി ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന ചോദ്യവും പ്രസക്തമല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ കേസ് തന്നെ, ഇവിടെ ഈ സൈനും കോസും വരുവാണ്. ഈ സൈനും കോസും വരുന്ന ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരിക്കലും എന്താവില്ല, ഇൻക്രീസിങ്ങും ആവില്ല ഡിക്രീസിങ് ആവില്ല. നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. അതിന് ഒന്ന് രണ്ട് റീസൺസ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ കേസ് എടുത്താൽ, ഈ ഒരൊറ്റ ടേം എടുത്താൽ നിങ്ങൾക്കറിയാം എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് ലൈസ് ബിറ്റ്വീൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ ദിസ് ഫംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ ഇതോടെ വരും റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ. ഈ കോൺസ്റ്റന്റോടെ എൻ്റെ കൂടെ ഇട്ടോ, ഞാൻ ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കോമ റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് പൈ സ്ക്വയർ ബൈ 12 സ്ക്വയർ. ഈ രണ്ട് വാല്യൂവിനിടയ്ക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്ന്. അപ്പോൾ ഇതൊരിക്കലും ഇൻക്രീസിങ് ആയിരിക്കില്ല, ഡിക്രീസിങ് ആയിരിക്കില്ല. മറ്റൊരു റീസൺ, ഈ ഫംഗ്ഷൻ എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇവിടെ ഇ റേസ് ടു എക്സ് ഇൻറ്റു ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഇപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇ റേസ് ടുവിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ പോകും. അതിൻ്റെ മിറർ ഇമേജ് എടുക്കും താഴേക്ക്. ഇതിനിടയ്ക്കായിട്ട് വരും സൈൻ എക്സിൻ്റെ ഇങ്ങനെ, ഇതിങ്ങനെ പോകും. ഇതിങ്ങനെ 0 കൂടെ പാസ് ചെയ്യട്ടോ, എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സംതിങ് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നത് കൊണ്ട് ഇത് ഈ ഒരു ഷേപ്പിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, എന്ത്? ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം. There exists a real number beta such that y equal to beta. ഒരു റിയൽ നമ്പർ ബീറ്റ ഉണ്ടാവും. This become y equal to beta. Y equal to a constant. Y equal to a constant is a horizontal line. Y equal to a constant is a horizontal line. There exists a real number beta such that the line y equal to beta intersects the curve, ഈ white curve, this white curve, at infinitely many points. So option C mark ചെയ്യും. 2022 ക്വസ്റ്റ്യൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഇൻ്റഗ്രേഷൻ ഈസി, സിംപ്ലിഫിക്കേഷൻ ഈസി. ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ മോർ ദാൻ വൺ കറക്റ്റ് ഓപ്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടു. ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2018 അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ്. dy by dx തന്നിട്ടുണ്ട്. സോ റൈറ്റ് dy by dx ഈക്വൽ ടു a plus b into a minus b, 25y square minus 4. It's in variable separable form അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊന്നും ഏത് ടൈപ്പാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. വിച്ച് കാറ്റഗറി? മജോറിറ്റി ലീനിയർ ആണ് കണ്ടത് എങ്കിൽ പോലും ലീനിയർ അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ കണ്ടു.
അതൊന്നും ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇൻ്റഗ്രേഷന് ബുദ്ധിമുട്ടില്ല. ദാറ്റ് ഇംപ്ലൈസ് dy by 25y square minus 4 is equal to dx, which is in variable separable form. Then integrate it. 25 is taken common. 1 by 25 into integral 1 by y square minus 2 by 5 the whole square dy is equal to integral dx. Okay. This is of the form 1 by x square minus s square. 1 by x square minus s square. 1 by 25 into this integration. 1 by 25 into 1 by 2a, 2 into 2 by 5 log mod 1 by 2a log mod x minus a, y minus 2 by 5 by x plus a, y plus 2 by 5 is equal to x plus c. Okay. Simplify ചെയ്താൽ 25 5 cancelled 5 കിട്ടും. 1 by 20 log mod 5 is taken as LCM 5y minus 2 by 5y plus 2 is equal to x plus c. x plus c. സി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് 0 is equal to 0. They give f of 0 equal to 0. That means we put x equal to 0 and y is equal to 0. Then we get 1 by 20 into log mod minus 2 by 2, it's log 1 is equal to 0 plus c. Log 1 becomes 0, c equal to 0. So our function is 1 by 20 log mod 5y minus 2 by 5y plus 2 is equal to x. 1 by 20 log mod 5y minus 2 by 5y plus 2 equal to x. Question is limit x tends to minus infinity f of x is what? The function is of the form y is equal to f of x. So I write 20 cross multiply here log mod 5y minus 2 by 5y plus 2 is equal to 20x to the base e. ഈ ലോഗരിതം നമുക്കൊന്ന് എലിമിനേറ്റ് ചെയ്താൽ റൈറ്റ് 5y minus 2 by 5y plus 2 is equal to e raised to 20x. The function is y equal to f of x. So I replace 5f of x minus 2 by 5f of x plus 2 is equal to e raised to 20x. Question is then the value of limit x tends to minus infinity. Limit x tends to minus infinity. Limit x tends to minus infinity. When limit x tends to minus infinity, this right side becomes e raised to minus 20 infinity. That is e raised to minus infinity. 28 to infinity, e raised to minus infinity. E raised to minus infinity is
1 by e raised to infinity. E raised to infinity is infinity. 1 by infinity become 0. So we get 5 f of x minus 2 by 5 f of x plus 2 is equal to 0. Clear? When x tends to infinity, it become not x tends to not infinity, x tends to minus infinity. The function become e raised to minus infinity. E raised to minus infinity is 1 by e raised to infinity. 1 by e raised to infinity is e is 2.7 something. We take its infinite power. Answer also tends to infinity. 1 by infinity becomes 0. So the right side is 0. This answer becomes 0. We write 5 f of x minus 2 is equal to 0. So what is f of x? F of x is equal to 2 by 5. F of x is equal to 2 by 5. 2 by 5. So answer is 0.4. 0.4. 2 by 5. Okay. 20. So the final answer is 0.4. 2018 ജെഇ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ബിക്കം 0.4. ഇത് നമുക്ക് ഒരു ഈസി കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ടഫായിട്ട് സ്റ്റെപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇൻ്റഗ്രേഷൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുല വന്നു, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു 0.4. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വെക്ടറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.